സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി ഞാൻ ഈ ശിശുക്ഷേമ ഭവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ഇട്ടിരുന്നു, ഒരു 2 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ അത് ഇന്ന് പതിവില്ലാതെ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റു. സാധാരണഗതിയിൽ വളരെ വൈകി എഴുന്നേൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം സമയം കറക്റ്റ് 5 മണിയാണ്. അപ്പം ഇത് നിങ്ങളെ മുമ്പിൽ എയർ ചെയ്യുമ്പോഴത്തേക്ക് സമയം കുറച്ചുകൂടി വൈകും. ഞാനൊരു 7 മണിയൊക്കെ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വിഷയത്തിനകത്ത് ഇട്ടതിനകത്ത് കുറച്ച് ഇമോഷണലായി പോയി, അറിയാതെ കരഞ്ഞുപോയി എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തതാണ്. കാരണം ഭയങ്കര ഈ അതിവൈകാരികമായ സീനുകളൊക്കെ സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞു വന്നത്, ഈ തൈക്കാട് ശിശുക്ഷേമ ഭവനിലെ 3 ആയമാർ, അജിത, സിന്ധു, മഹേശ്വരി, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. 2 വയസ്സുള്ള കുഞ്ഞ്, ആ കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്നുള്ളതാണ് കുറ്റം. ആലോചിച്ച് നോക്കും നിങ്ങൾ. 2 വയസ്സുള്ള കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ നഖം കൊണ്ട് ഇവർ മുറിവുണ്ടാക്കി. എങ്ങനെ ചെയ്യാൻ കഴിയുക? അവരവൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ ചെയ്യില്ലേ? ഇപ്പോൾ 2 വയസ്സും 3 വയസ്സും വരെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ കിടക്കയിൽ അറിയാതെ മൂത്രമൊഴിച്ച് പോവും ഒക്കെ ഉണ്ടാവും. ഒക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അവരുടെ മക്കളാണെങ്കിൽ, അവരുടെ പേരക്കുട്ടികളാണെങ്കിൽ അവരെ ചെയ്യുമോ? ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് ആരുമില്ലാത്തൊരു കുഞ്ഞാണ്. അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ നെഞ്ചോട് ചേർന്ന് കിടക്കേണ്ടുന്നൊരു പ്രായത്തിൽ അങ്ങനെയല്ലാതെ വേറെ സ്ഥലത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു അധീനതയിലുള്ള സ്ഥാപനത്തിൽ വന്ന് നിൽക്കേണ്ടി വന്ന അശരണയായ, അനാഥയായ എന്ന് വേണമെങ്കിൽ, കാരണം അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ എന്നാൽ തന്നെ ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാത്ത ഒരു കൊച്ചു പെൺകുഞ്ഞ്, 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്. ആ കുഞ്ഞിനെ അങ്ങനെ വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ആ കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന് മൂത്രമൊഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുക, വേദന ഉണ്ടാകുക, അത് കഴിഞ്ഞിട്ട് വേറൊരു ആയ കുളിപ്പിക്കുമ്പോൾ പറയും എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കണമെന്ന് പറയുക. അങ്ങനെയാണ് ഈ കുഞ്ഞിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഈ മുറിവ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് ഇത് കേസാവുന്നത്. എങ്ങനെയാണ് മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? കുഞ്ഞുങ്ങളെയൊക്കെ ശിക്ഷിക്കുന്ന രീതികളൊക്കെ നമ്മളൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട്, ഇല്ല എന്നും പറയുന്നില്ല. ഞങ്ങളും ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഇപ്പോൾ ഞാനും എൻ്റെ അനിയത്തിമാരൊക്കെ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം ഞാനും അവരുമായിട്ട് അടികൂടാനും പോയിട്ടില്ല. പക്ഷെ ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വഴക്കൂടുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ കളിക്കും, വഴക്കൂടും ഒക്കെ ഉണ്ടാവും. കളിക്കുമ്പോൾ കളിക്കുന്ന സാധനം എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് പറയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഈ വഴക്കൂടുന്ന സമയത്ത് മമ്മി പലപ്പോഴും പെട്ടെന്ന് കയറി വന്നിട്ട് അടിക്കും. മമ്മി ഒന്നും നോക്കൂല, മമ്മി കൈ കിട്ടുന്ന സാധനം വെച്ചടിക്കുക, അല്ലെങ്കിൽ മമ്മിയുടെ കൈ കൊണ്ടടിക്കും. അപ്പോൾ അപ്പ എപ്പോഴും പറയും പിള്ളേരെ അടിക്കാം ഒരു വടി എടുത്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു ഈർക്കിൽ എടുത്ത് വെക്കണം, അങ്ങനെ അതുകൊണ്ടേ അടിക്കാവൂ എന്ന് പറയാറുണ്ട്. മമ്മിക്ക് അത് നോക്കാൻ പറ്റുമോ? അന്ന് മോട്ടറില്ല, വീട്ടിൽ കറണ്ടില്ല, ഒരു ഓലപ്പരയാണ്. മമ്മിയാണെങ്കിൽ നേഴ്സായിരുന്നു, ആ ജോലിക്ക് മമ്മിക്ക് പോകാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളെ ഈ 3 എണ്ണത്തിനെ നോക്കണം. ഞങ്ങൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിൽ രാജി കുറച്ച് സൈലൻ്റ് ആയിരുന്നു. ഞാനും ചെറിയവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പറഞ്ഞ പ്രശ്നമായിരുന്നു, എപ്പോഴും പ്രശ്നമായിരുന്നു, എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ മമ്മി അടിക്കുമ്പോൾ ഞങ്ങൾ പറയും, ഞങ്ങൾ തമ്മിൽ വഴക്കൂടിയാലും മമ്മിക്ക് എന്താ, അങ്ങനെ ഉണ്ടല്ലോ, ഞങ്ങൾ തമ്മിൽ തല്ലൂടി ഞങ്ങൾക്ക് എന്താ നാട്ടുകാരെയെന്ന് ചോദിക്കുന്ന മാതിരി ഉള്ള മുദ്രാവാക്യം വിളിയാണ് അപ്പം ഉണ്ടാകുക. ഞങ്ങൾ തമ്മിൽ വഴക്കൂടിയാലും മമ്മി എന്തിനു അടിക്കാൻ വന്നതെന്ന് ചോദിക്കും. അപ്പം 3 പേരും കൂടി ഒരുമിച്ചാവും. രാജു ഇതിന് പൊതുവെ സൈലൻ്റ് ആയിരുന്നു. രാജു രജനിയോടും മടക്കിന് പോവില്ല, എന്നോടും മടക്കിന് വരില്ല. അവളൊരു പ്രത്യേക ടൈപ്പായിരുന്നു അന്നേ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനും രജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്, ചെറിയവളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വഴക്കൂടിയായിരുന്നു. അപ്പോൾ ഈ മമ്മി ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, മോട്ടറില്ല, 100 മീറ്റർ ദൂരത്തു നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം, ഈ വാഷിംഗ് മെഷീൻ ഇല്ല, മിക്സി ഇല്ല, കറണ്ട് ഇല്ല, ഗ്യാസ് ഇല്ല, വിറക് വെച്ച് കത്തിക്കണം. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ തിരക്കിനിടയിൽ കൂടിയാണ് ഞങ്ങൾ 3 കൂടി കലവര കൂടുക. അപ്പോൾ ആ സമയത്ത് മമ്മി ഇങ്ങനെ അടിച്ചു പോകും. പക്ഷെ പപ്പ വരുമ്പോൾ എന്താ പറയുക, ഞങ്ങൾ നല്ല കുട്ടികളായിട്ടിരിക്കും. കാരണം പപ്പേൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ, പപ്പ വരുന്നത് വരുമ്പോൾ തന്നെ വീട്ടിലെ പട്ടി കുറയ്ക്കും. പപ്പ വരുന്ന അതിന് സ്നേഹം കൊണ്ടുള്ള കുറയ്ക്കലുണ്ടല്ലോ, ഓലിയിടൽ. അപ്പോൾ എന്താ വെച്ചാൽ പപ്പ വരുമ്പോൾ നമ്മൾ ഈ അടങ്ങി ഒതുങ്ങി നല്ല കുട്ടികളായിട്ടിരിക്കും. പപ്പ ഒരിക്കലും പഠിക്കാൻ പറഞ്ഞിട്ട് വഴക്ക് പറയാറില്ല. മമ്മി എപ്പോഴും എന്താ പഠിക്കാനില്ലേ എന്നൊക്കെ ചോദിക്കും, അങ്ങനെ ചോദിക്കും. പപ്പ പറയും പഠിക്കുന്നില്ലെങ്കിൽ പഠിക്കണ്ട, പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ അവന് 2 ആടിനെ മേടിച്ചു കൊടുത്തോളാം, അവനത് നോക്കി അവിടെ നടക്കട്ടെ, അങ്ങനെ, അല്ലെങ്കിൽ അവൾക്ക് 2 ആടിനെ മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറയും. അങ്ങനെ വളരെ നിസ്സാരമായിട്ട് ഈ കാര്യങ്ങൾ എടുക്കും. പക്ഷേ പപ്പ ഈ പഠനത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിൽക്കുന്നു. പപ്പയ്ക്ക് എന്ന് വെച്ചാൽ പാരൻറ്റിങ് ഒരു ആർട്ടായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അമ്മമാർക്ക് കൊണ്ടുനടക്കാൻ കഴിയില്ലാന്നേ. അവരുടെ ഈ പണിത്തിരക്കിനിടയിലാണ്. അപ്പന്മാർക്ക് അങ്ങനെ പറ്റും. പക്ഷേ ഈ മമ്മിയുടെ സ്വഭാവം പിന്നീട് മാറി. മമ്മി ഒരു മുത്തശ്ശിയായപ്പോൾ, എൻ്റെ അനിയത്തിക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം, കുഞ്ഞെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ പോലും മമ്മി സമ്മതിക്കില്ല. കുഞ്ഞപ്പം മമ്മിയുടെ മടി കയറിയിരിക്കും.
കുഞ്ഞെന്തേലും വികൃതി ഒപ്പിച്ചു കഴിഞ്ഞാലും മമ്മി പിന്നെ കുഞ്ഞിനെ ഒന്നും പറയാൻ പാടില്ല, എൻ്റെ കൊച്ചിനെ ഒന്നും പറഞ്ഞേക്കരുത്, എൻ്റെ കൊച്ചിനെ ഒന്നും തൊട്ടേക്കരുത് എന്നൊക്കെ പറയും, അങ്ങനെ പറയും. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെയും ഞാൻ അടിച്ചിട്ടൊക്കെ ഉണ്ട്, ഈർക്കിലി വെച്ചിട്ടായിരുന്നു അടിക്കുക. ചെറിയൊരു ഈർക്കിലി ഇപ്പോൾ എടുത്തു വെക്കും എപ്പോഴും, ഈ ചൂലുണ്ടാക്കുന്ന പിന്നെ തെങ്ങിൻ്റെ ഓലയുടെ ഈർക്കിലി എടുത്തിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവളെ പണി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളന്ന് ഇരിങ്ങാലക്കുടയിൽ വാടകയ്ക്ക് താമസിക്കുക തൃശ്ശൂർ. അപ്പോൾ ഇവളെന്ന് വെച്ചാൽ കുറേ ചെടികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതെല്ലാം കൊണ്ടുവന്ന് പറിച്ചു കളയും. കണ്ണ് തെറ്റിയ ഇവളെ പരിപാടി അതാണ്. പലവട്ടം വാൺ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാനെന്ന് വെച്ചാൽ പിന്നെ ഈർക്കിലി പറിച്ചു കഴിഞ്ഞാൽ ഞാൻ അടിക്കും, ഈർക്കിലി പിന്നെ അല്ലയോ ഈ ചെടി പറിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈർക്കിലി എടുത്തടിക്കും. പിന്നെ കുഞ്ഞുങ്ങളെ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയില്ല. എൻ്റെ കസിൻ്റെ മോനുണ്ട്, ഇപ്പം വലുതായി, അവന് 2.5 വയസ്സുണ്ടാകുമ്പോൾ വിശാഖപട്ടണത്തായിരുന്നു അവർ. ആ സമയത്ത് ഞാൻ 2.5-3 വയസ്സ് അവന് സമയം ഉണ്ടാകുമ്പോൾ ഇവന് എന്ന് വെച്ചാൽ ഈ കറണ്ടിൻ്റെ സാധനങ്ങളെല്ലാം കയറി പിടിക്കും, പ്ലഗിലെല്ലാം കയറി പിടിക്കും. TV അവനിഷ്ടമുള്ള സമയത്ത് അവൻ പോയിട്ട് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി പിടിക്കും. പ്ലഗ് പോയിൻ്റൊക്കെ മുകളിലേക്ക് വെച്ച് വരെ താഴത്തുനിന്നുള്ളത് മാറ്റിയിട്ട്. അപ്പോൾ ഇവൻ ഡബിൾ കസേര ഇട്ടിട്ട് കയറും. ഈ കസേര മറിഞ്ഞാലും കുഞ്ഞ് വീഴും, തലയടിച്ച് വീഴും. അപ്പോൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞാൽ കേൾക്കില്ല. അതേപോലെ അയൺ ബോക്സിൽ കയറി പിടിക്കാൻ നോക്കുക. അപ്പം നമ്മളിങ്ങനെ അയൺ ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് അവിടെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ അപ്പോൾ അവന് 2.5 വയസ്സൊക്കെ ഉള്ളൂ. പിന്നെ അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഇവൻ ഈ അയൺ ബോക്സിൽ എപ്പോഴും പിടിക്കാൻ വരും. ഞാൻ പറയും കുഞ്ഞാ മാറിയിക്കെന്ന് പറയും, ഒന്ന് പേടിപ്പിച്ച് വിടും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വരും. അതിൽ ഞാൻ പറഞ്ഞു കുഞ്ഞിനെ തൊടണം എന്ന് വെച്ച്, തൊടണം എന്നാണ്. അപ്പോൾ എന്നെ രാജിപ്പാപ്പൻ എന്നാണ് വിളിക്കുക. രാജിപ്പാപ്പനൊക്കെ അന്ന് രാജിപ്പാപ്പൻ എന്നായിരുന്നു. പിന്നീട് അത് പിന്നെ വെച്ചാൽ കുറച്ചുകൂടെ പ്രായം കൂടിയപ്പോൾ അവന് രാജിപ്പാന്നാണ് വിളിക്കുക, അങ്ങനെ വിളിക്കുക. ഈ രാജിപ്പാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എൻ്റെ കസിൻ്റെ മകനാണല്ലോ, അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ അനിയൻ എന്നുള്ള രീതിയിലാണ്. അവൻ പിന്നീട് ഫിലിമിലൊക്കെ വളരെ സജീവമായിട്ട് ഇപ്പോൾ ഉള്ളതാണ്, ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. അവനും അവൻ്റെ അനിയനുമുണ്ട്. അപ്പോൾ ഇവൻ വന്നിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞിന് തൊടണം, അയൺ ബോക്സ് ഇതിൽ തൊടണോ കുഞ്ഞിനെ എന്ന് വെച്ചു. ആന്ന് പറഞ്ഞു, എന്നാൽ തൊട്ടെന്ന് പറഞ്ഞു. നല്ല ഹീറ്റിൽ നിൽക്കുക, ഇവൻ്റെ വിരൽ ഒറ്റ പ്രസ് ചെയ്യലാണ്, ആട് പൊള്ളി. ചേച്ചിയും പിന്നെ അതായത് എൻ്റെ കസിൻ്റെ ഭാര്യയും അതേപോലെ തന്നെ ആൻറ്റിയും എൻ്റെ അമ്മായിയും എന്ത് പണിയാണ് നീ കാണിച്ച് കൊച്ചു കുഞ്ഞിനെ കൈ കൊണ്ട് പൊള്ളിച്ചോന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. കൈയൊക്കെ പൊള്ളി, പിന്നെ കുമ്പളയൊക്കെ ആയിട്ട് വന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പിന്നീട് അവൻ ജീവിതത്തിൽ ഒരു ഇലക്ട്രോണിക് സാധനത്തിലും തൊടാൻ ആ പ്രായത്തിൽ പോയിട്ടില്ല, വലുതാവുന്നിടം വരെ. അപ്പം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചില പണിഷ്മെൻറ്റ്സും കൊടുക്കാം. അതെന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് ഡോസാണ്. കാരണം പിന്നെ ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ കുഞ്ഞിന് വേദനിക്കുന്നുള്ളത് മനസ്സിലായി. അതോട് കൂടിയിട്ട് അവർ പിന്നെ ടി വിയിലും തൊടണ്ട, ഒന്നിലും തൊടണ്ട, വെച്ചു കൊടുക്കണം എന്നുള്ളതേ പറയുള്ളൂ. ഒരു സാധനത്തിലും തൊടാൻ പോവില്ല. ഇതെങ്ങനെയാണ് ഈ കൊച്ചു കുഞ്ഞിനെ, 2 വയസ്സുള്ള കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായതെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. ഇവരെ ഒന്നും മായമാരായിട്ട് വെക്കാൻ പറ്റിയവരല്ല, ഇവരെ ഒന്നും കുഞ്ഞുങ്ങളെ നോക്കാൻ ഏൽപ്പിക്കേണ്ടവരല്ല. ഇവരെയൊക്കെ വേറെ തൊഴിലുറപ്പ് പണിക്ക് വിട്. ഞാനത് ഇന്നലെയും പറഞ്ഞത്, ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ വൈകാരികമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഇവരെയൊക്കെ പിന്നെ ബാങ്ക് വിളിക്കുന്നുണ്ട് പള്ളിയിൽ. കാരണം ഇപ്പോൾ 5:07 ഇപ്പോൾ ഞാൻ സ്റ്റോറി തുടങ്ങിയിട്ട് 7 മിനിറ്റായി. രാവിലത്തെ പിന്നെ സുബൈ നിസ്കാരത്തിൻ്റെ ബാങ്ക് വിളിയാണ്. പക്ഷേ 2 പള്ളിയിൽ നിന്നുണ്ട് ഇവിടെ അടുത്തടുത്ത്. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇങ്ങനെ ഒരു പള്ളിയിൽ നിന്ന് വിളിച്ചാൽ പോലും എന്തിനാ മറ്റേ പള്ളിയിൽ നിന്ന് വിളിക്കണം, എല്ലാം ഒരു നാട്ടുകാരെ കേൾക്കാനുള്ളത്. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ബോധം ഉണ്ടാവാൻ. അതുപോട്ടെ, അത് വേറെ വിഷയം. മതപരമായ ആത്മീയമായ കാര്യങ്ങൾക്കകത്തൊന്നും അഭിപ്രായം പറയുന്നില്ല. കാരണം എല്ലാം ഒരേ ആൾക്കാരെ കേൾക്കാനുള്ളത് എന്നുള്ളതാണ് വിഷയം. ഒരേ നാട്ടുകാരെ കേൾക്കാനുള്ളത്. ഈ രാവിലെ ആകുമ്പോൾ എല്ലാവർക്കും ഇത് കേട്ടോളരാ. അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പള്ളിക്കുന്നു, ഒരു ദിവസം അടുത്ത പള്ളിക്കുന്നു എന്നുള്ള ധാരണയിൽ അവർ തമ്മിലെത്തണം. ഇത് 2 പള്ളിക്കാരും മത്സരിച്ച് പിന്നെ 2 മതിലുകാരും കൂടി പിന്നെ ബാങ്ക് വിളിച്ചുകൊണ്ട് നിൽക്കുക. അതുപോട്ടെ, അതിൽ പിന്നെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഈ പിന്നെ ഇവരെയൊക്കെ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിടണമെന്ന് ഞാൻ പറയാൻ കാരണം, തെങ്ങിന് കളിക്കാൻ പോട്ടെ, പറമ്പിൽ കളിക്കാൻ പോട്ടെ, വരമ്പ് കെട്ടാൻ പോട്ടെ, അവിടെ നിന്നാല് ചെറിയ കുഞ്ഞുങ്ങളെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെങ്ങും പിന്നെ കവുങ്ങും ഒന്നും മൂത്രം ഒഴിക്കൂലല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ചിലപ്പോൾ മൂത്രം ഒഴിക്കുന്നേ, അത് സഹിക്കേണ്ടി വരും, അത് നോക്കേണ്ടി വരും. അത് നോക്കാൻ പറ്റാത്ത പണിക്ക് പോകാൻ പാടില്ല. അങ്ങനെയുള്ളവരെ റിക്രൂട്ട് ചെയ്യാൻ പാടില്ല, ഏത് ശിശുക്ഷേമ ഭവനാണെങ്കിലും. ആ സ്ത്രീകളെയൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അവരൊക്കെ ഇനിയിപ്പം നെളിഞ്ഞു കിടന്ന് നടക്കാൻ പാടില്ല. അവരുടെ മനസ്സ് അത്ര കണ്ട് വൈകൃതമാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ, 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് കിടക്കപ്പായാലും മൂത്രമൊഴിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നഖം കൊണ്ട് കുത്തിയിട്ട് ആ കൊച്ചിന് പിന്നെ അടുത്ത ദിവസം പിന്നെയും ആണെങ്കിൽ ആ കുഞ്ഞുമാണെങ്കിലും അറിയാതെ മൂത്രമൊഴിച്ചു പോകും. സ്വാഭാവികമായിട്ട് സംഭവിക്കണമല്ലേ. 3 വയസ്സ് 3.5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അവനവൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? അതും നിങ്ങൾ ആലോചിക്കണം. അവനവൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്താൽ നീ അങ്ങനെ ചെയ്താൽ പിന്നെ എന്തെങ്കിലും ഒന്നും അടിച്ചാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. ഇത് ആരും ഇല്ലാത്തൊരു കുഞ്ഞിനെ എങ്ങനെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്?
ഒരു സർക്കാരിൻ്റെ അഗതി മന്ദിരത്തിൽ കഴിയുന്നൊരു കുഞ്ഞ്, അനാഥത്വം അനുഭവിക്കുന്നൊരു കുഞ്ഞ്, അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാത്തൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെ എങ്ങനെയാണ് ഉപദ്രവിക്കാൻ മനസ്സ് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം സീപോർട്ട് എയർപോർട്ട് റോഡിൽ കൂടി പോയപ്പോൾ റോഡിൽ ഒരാൾ വെള്ളടിച്ച് കിടക്കുകയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ അയാൾ കിടക്കുമ്പോൾ കൊണ്ടുപോയിട്ട് 10-20 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊണ്ട് പിന്നെ വേണമെങ്കിൽ അടുത്ത സ്മോൾ അടിക്കാൻ വേണ്ടി പോകും, എങ്ങനെ എഴുന്നേറ്റിട്ട്. ഞാൻ കരുതി ആ മനുഷ്യന് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഞാനൊരു 20 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം മേടിച്ചിട്ട് തലക്കിൽ കൊണ്ടുപോയി വെച്ചു. ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചുറ്റുപാടുള്ള മനുഷ്യരോട് കരുണയോട് കൂടിയിട്ട് പെരുമാറുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്? ഒരാൾക്ക് ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ആളുടെ ഊരും പേര് നോക്കിയിട്ടാണോ? ഒന്നും നമുക്ക് അറിയലുണ്ടാവില്ല, ഒരു അഡ്രസ്സും അറിയലുണ്ടാവില്ല. നമ്മളെ ചോര മാച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ചോര വേണമെങ്കിൽ ബ്ലഡ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് വല്ല അസുഖങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, പകരുന്ന അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനും പാടില്ല. അത് അവരെ ടെസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. ഇതല്ലേ മനുഷ്യൻ ചെയ്യണ്ടേ? ഇതൊന്നും ഇല്ലാത്ത ഈ 3 അമ്മമാർ, അവർക്ക് മക്കളുണ്ടല്ലോ, അവർക്ക് പേരക്കുട്ടികളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവരെ പലരുടെയും പിന്നെ ശരീരഭാഷയെ കണ്ടിട്ട് അവർ കുറച്ച് പിന്നെ 10-50 വയസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് എങ്ങനെ മനസ്സ് വന്നു ഒരു കൊച്ചു കുഞ്ഞിനെ അങ്ങനെ അവിടെ, അതും അത്രയും വേദനിക്കുന്നൊരു ഭാഗത്ത് നോവിക്കുക? പുരുഷൻ്റെ ആണെങ്കിലും സ്ത്രീയുടെ ആണെങ്കിലും ഗുഹ്യ ഭാഗത്ത്, ജനനേന്ദ്രിയ ഭാഗത്ത് നോവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വേദന വരുന്ന ഭാഗമാണ്. അതേപോലെ മുട്ടിന്, കാലിൻ്റെ പിന്നെ ഈ നെരിപ്പോടിന് അവിടെയൊക്കെയുള്ള സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കസേരയിലോ സ്റ്റൂളിലോ തട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര വേദന ഉണ്ടാവും. തലക്കടി കിട്ടിയാൽ ഇപ്പം നമുക്ക് അത്രയും പ്രശ്നം ഉണ്ടാവില്ല, കഴുത്ത് കിട്ടിയാൽ ഇപ്പം അത്രയും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോഴാണ് ഒരു കൊച്ചു കുഞ്ഞിനെ, 2 വയസ്സുള്ള കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരോടൊന്നും ഒരു കരുണയും കാണിക്കരുത് എന്നുള്ളത് തന്നെയാണ്. അവരെയൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അവരുടെയൊക്കെ ഫോട്ടോ എല്ലാവരും എടുത്തിട്ട് ഷെയർ ചെയ്തിടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇന്നത്തെ പത്രങ്ങൾക്കകത്ത് എന്തായാലും അത് പിന്നെ അവരുടെ ഫോട്ടോയും വാർത്തകളും എല്ലാം വരും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും പത്രം എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ 5:12 ആയിട്ടേ ഉള്ളൂ. ഞാൻ ഈ വാർത്ത നിങ്ങളുടെ മുമ്പിൽ ഏറെ ചെയ്യുമ്പോഴത്തേക്ക് 7 മണിയൊക്കെ ചെയ്യുന്നുള്ളൂ. കാരണം ആൾക്കാർ കാണുന്ന സമയം അതാണല്ലോ. ഇന്നത്തെ ന്യൂസ് പേപ്പറുകളിലുണ്ടാവും, ആ ഫോട്ടോ എടുത്തിട്ട് മൊത്തം ഷെയർ ചെയ്യണം. ഇവരെ 3 പേരെയും സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അപമാനിക്കണം, നിന്ദിക്കണം, കണ്ട കാർക്കിച്ച് തുപ്പണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആ വിഷയത്തിലൊക്കെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന പണി എല്ലാവരും ചെയ്തിട്ടുള്ളത്. അതിനോടൊന്നും യോജിച്ച് നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ശിക്ഷാമാർഗങ്ങൾ പലതുണ്ട്. ഇപ്പം ഞങ്ങളെ പപ്പ ചെയ്യുന്നൊരു, പപ്പയ്ക്ക് പരമാവധി ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 3 കൂടി എന്തെങ്കിലും വഴക്കുണ്ടാക്കുന്ന സമയത്ത് പപ്പ വരികയാണെന്നുണ്ടെങ്കിൽ, 3 പേരെന്ന് പറഞ്ഞാൽ ഞാനും ചെറിയോളും തമ്മിലാണ് കൂടുതലും. മമ്മി പറയുന്ന തമാശയുണ്ട്, 3 ആളാണ്, 2 കൂടി ചേരില്ല എന്ന് പറയും. ഞങ്ങൾ ഇന്നും വടക്കായിരുന്നു. പക്ഷേ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചാണ്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചാണ് എങ്ങോട്ടെങ്കിലും പോവുക. അങ്ങനെയുണ്ട്. മീൻ പിടിക്കാൻ ഒരുമിച്ച് പോവും. എൻ്റെ അനിയത്തിമാർക്ക് അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാതിരാത്രി പിന്നെ 11 മണിക്കൊക്കെ ഞാൻ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുമ്പോൾ പപ്പ വീട്ടിലില്ലാത്ത സമയമാണ്. അന്ന് അപ്പച്ചൻ അതിന് പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ അതിന് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് മമ്മീൻ്റെ അടുത്തൊക്കെ. ഇങ്ങനെയാണ് പിള്ളേരെ വിടണമെന്നുള്ളത്. നേരെ താഴെയുള്ളവൾ, ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ, നേരെ താഴെയുള്ളവൾ 10ാം ക്ലാസ്സിൽ, അതിന് താഴെയുള്ളവൾ 8ാം ക്ലാസ്സിൽ. ഞങ്ങൾ 3 കൂടെ മീൻ വെട്ടിപ്പിടിക്കാൻ പോവുക രാത്രി പാടത്ത്. അതിനൊക്കെയുള്ള അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പപ്പ പിന്നെ എപ്പോഴെങ്കിലും പപ്പയുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പപ്പ ചെയ്യാന്ന് വെച്ചാൽ വഴക്ക് ഉണ്ടാക്കിയവരെ കൈകെട്ടി ചേർത്തു. പരമാവധി എന്നെ അതിനകത്ത് പെടുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് കൊച്ചോളെ ഇങ്ങനെ രാജ്യം കൈകെട്ടി ചേർത്തിയിട്ടുണ്ട്. കൈകെട്ടി ചേർത്തും, മുറ്റത്ത് കൈകെട്ടി നിർത്തണം. കൈ ഇങ്ങനെ നെഞ്ചത്ത് കൈകെട്ടി അങ്ങനെ നിൽക്കണം, അനങ്ങാൻ പാടില്ല. അതാണ് പപ്പയുടെ ശിക്ഷ. പപ്പ ഒരിക്കലും ഒരു വടിയെടുത്തിട്ട് അടിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഞങ്ങളെ ആരെയും. മമ്മീൻ്റെ അടുത്ത് കുറേ അടി കിട്ടിയിട്ടുണ്ട്. മമ്മീൻ്റെ അടുത്ത് അടി കിട്ടിയാലും മമ്മിയെ പേടിയില്ലായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ പേടിയാണ്. വൈകുന്നേരം വരെ അതിലൊക്കെ നടക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് കയറി വരണമല്ലോ. അപ്പം മമ്മി അടിക്കല്ലേ എന്ന് പറയും. അപ്പം മമ്മി അടിക്കില്ല എന്നുള്ള വാക്ക് തന്നാൽ മാത്രമേ വീടിനകത്ത് കയറുള്ളൂ. അതുവരെ മുറ്റത്ത് നിൽക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ അന്നത്തെ ഒരു കാലം അങ്ങനെയാണ്. ഇപ്പം പിന്നെ കുട്ടികളെ അങ്ങനെ വടിയെടുത്ത് അടിക്കുന്ന സ്വഭാവമൊന്നുമില്ല. അങ്ങനെയുള്ള കാലത്താണ്. 2024 ഈ തോന്നിയാസം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു 2000-ന് ശേഷം തന്നെ അങ്ങനെ പിള്ളേരെ തല്ലി വളർത്തുന്നൊരു ശീലമൊന്നും മാതാപിതാക്കൾക്കില്ല. പാരൻറ്റിങ്ങിൻ്റെ സ്റ്റൈല് മാറി. ഇപ്പോൾ പിള്ളേരാണ് ഡിസൈഡ് ചെയ്യുന്നത് വീട്ടിലെന്താ വേണ്ടതെന്നുള്ളത്. അത് പിന്നെ ഒരു ഡിസോർഡർ ആണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാനും ഈ പണി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഈ പിള്ളേരെയൊക്കെ പിന്നെ എൻ്റെ കസിൻസിൻ്റെ പിള്ളേരെയൊക്കെ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസേരയുടെ മേളിലാണ് കസേരയുടെ മേളിൽ കയറാൻ പറയും, കൈയെടുത്ത് അവിടെ നിൽക്കാൻ പറയും. കസേരയുടെ ചാരാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, കൈ കെട്ടോടെ നിൽക്കാൻ പറയും. അത് ചിലപ്പോൾ 10 മിനിറ്റ് ആവും, ചിലപ്പോൾ 15 മിനിറ്റ് ആവും, ചിലപ്പോൾ അരമണിക്കൂറാവും. അത് അവർ ചെയ്ത ശിക്ഷയ്ക്ക് അനുസരിച്ചാണ്. അടിക്കാനും പിടിക്കാനൊന്നും പോവില്ല.
പക്ഷേ അതൊക്കെ ഒരു സാഡിസ്റ്റ് മൈൻഡാണെന്നുള്ളത് പിന്നീട് നമ്മൾ തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പിന്നെ പക്ഷേ ഇവരിത് എൻജോയ് ചെയ്തിട്ടാണ് നിൽക്കുക. അപ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ എവിടെ ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും കസേര കയറി കൈകെട്ടി നിന്നു ഇങ്ങോട്ട് പറയുമായിരുന്നു. അപ്പം ഇതൊക്കെ ഈ കൊച്ചു കുഞ്ഞിൻ്റെ ഈ ഗൂഹ്യഭാഗത്ത് ഈ നഖം കൊണ്ട് മുറിവുണ്ടാക്കാൻ തോന്നിയിട്ടുള്ള വികൃതമായ മനസ്സിനുടമകളായിട്ടുള്ള 3 സ്ത്രീകൾ, അജിത, സിന്ധു, മഹേശ്വരി, ആ 3 സ്ത്രീകൾ, അവരൊക്കെ ഈ കാലത്തിൻ്റെ ശത്രുക്കളാണ്. അവരൊക്കെ മനുഷ്യത്വത്തിന് ഇല്ലാത്തവരാണ്. അവരൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ യോഗ്യരല്ല എന്ന അഭിപ്രായത്തിൽ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവരൊക്കെ റിമാൻഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവർ ഈ പണിക്ക് പോകണ്ടെന്നേ. കുഞ്ഞുങ്ങളെ നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മൂത്രമൊഴിക്കും. എന്നാൽ പിന്നെ കുഞ്ഞുങ്ങളെ നോക്കണ പണിക്ക് പോകണ്ടെന്നേ. ഇവളുമാരൊക്കെ വേറെ എന്തെങ്കിലും പണിക്ക് പോട്ടെ, തെങ്ങുമ്മ കയറാൻ പോട്ടെ, പശുവിനെ കറക്കാൻ പോട്ടെ. പശു മൂത്രമൊഴിക്കും ചിലപ്പോൾ. അപ്പോൾ ഇവർ പശുവിനെ ഇടിക്കുമോ? പശു അപ്പോൾ ചവിട്ടും, അതുകൊണ്ട് ഇടിക്കില്ലേക്കും. അല്ലെങ്കിൽ പശുക്കിടാവ് ചിലപ്പോൾ അതിനിടയിൽ കൂടെ വരും, അതിനെ പിടിച്ചിരിക്കും ഇവർ. ഓരോ ജാതി വൃത്തികെട്ട ജന്മങ്ങൾ. സങ്കടമാണ് ഇതൊക്കെ തോന്നണേ. ഞാൻ ഇന്നലെ എന്ന് വെച്ചാൽ വൈകാരികമായി സ്റ്റോറി ചെയ്തുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. ഞാൻ ഇന്ന് കുറച്ചുകൂടെ സമയത്തോടുകൂടി ആ വിഷയത്തിൽ വീണ്ടും ഇപ്പം രാവിലെ പറഞ്ഞു തന്നേ ഉള്ളൂ.